ഒരു ട്രെയിനറും മെന്ററും കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂന്ന് പേരും അധ്യാപക ജോലി തന്നെയാണ് ചെയ്യുന്നത്. മൂന്ന് പേരും അറിവ് പകർന്നു നൽകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പർട്ടിക്കുലർ സ്കില്ല് പഠിപ്പിക്കുന്ന ഒരാളായിരിക്കും. ഇതൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്രോസസ്സ് ആയിരിക്കാം. ഉദാഹരണമായി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നീന്തൽ പഠിക്കാൻ പോവുകയാണെന്ന് വെച്ചോളൂ. അവിടെ നിങ്ങളെ നീന്തൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ സ്കില്ല് പഠിപ്പിക്കുന്ന ആളാണ് ട്രെയിനർ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത്. ഇനി മെന്ററിങ് എന്താണെന്ന് നോക്കാം. മെന്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം പ്രോസസ്സ് ആയിരിക്കും. നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാളായിരിക്കാം മെന്റർ എന്ന് പറയുന്നത്. അദ്ദേഹം നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ചിട്ടുള്ള ആളായിരിക്കാം. നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള തെറ്റുകൾ മുഴുവൻ വരുത്തിയിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾക്കൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ശരിയായ വഴിയിലൂടെ, ശരിയായ ദിശയിലൂടെ ഗൈഡ് ചെയ്യുന്ന, അയാൾ വരുത്തിയിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ വരുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും ഒരു മെന്റർ എന്ന് പറയുന്നത്. ഇനി കോച്ച് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുണ്ട്, അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ ടീമുണ്ട്. ഈ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ലയണൽ മെസ്സിയെയോ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഈ കോച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്കില്ലുണ്ട് ചില സമയത്ത്. പക്ഷെ എന്താണ് അവർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവരുടെ റോള് എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന, ഏത് പൊസിഷനിലാണ് നിങ്ങൾ കളിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളിൽ നിന്ന് ടീം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ഹാൻഡ് ഹെൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും ഒരു കോച്ച് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ടേം പ്രോസസ് ആയിരിക്കും. ഇന്ന് അധ്യാപക ദിനം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ശ്രീ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം. എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.